വരൂ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളെ മേറുമ്മാൻ്റെ ഉപ്പച്ചി വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് പുറത്ത് കറങ്ങാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. മേറുമ്മാൻ്റെ ഉപ്പച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളച്ചന്, അതുപോലെ ചിക്കുവും കൂടി ഉണ്ട്. ചിക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ ഇളച്ചനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് പുറത്ത് പോയിട്ടുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ വീട്ടിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളും റിയാദിന്ന് വന്നു, അതോടൊപ്പം ഇളച്ചനും വന്നു. ഇപ്പോൾ വീട്ടിൽ ചിക്കുവും ഞങ്ങളും ഇളച്ചനും അതുപോലെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബഹളവും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ മക്കൾ കുറേ ദിവസമായി അപ്പാപ്പ വന്നിട്ട് പുറത്ത് പോകണം അങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ റെനിക്കാക്കയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് അങ്ങനെ പറഞ്ഞ് നിൽക്കായിരുന്നു വന്നിട്ട് പോവാ എന്നുള്ളത്. അപ്പോൾ റെനിക്കാക്ക് പെട്ടെന്ന് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഞങ്ങളങ്ങനെ ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഒരുപാട് ലോങ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മക്കളെയും കൊണ്ട് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പുറത്ത് പോകുമ്പോൾ ഉമ്മ ഇല്ലാതെ പോവാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഉമ്മ വന്നിട്ടില്ല. ഉമ്മക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അത്യാവശ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഉമ്മ ഞങ്ങളുടെ കൂടെ പോന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഉമ്മ വന്നിട്ട് ഉമ്മാൻ്റെ കൂടെ ഒരുമിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. പിന്നെ ആനിക്കൊക്കെ നല്ല നിർബന്ധമായിരുന്നു ഇന്ന് തന്നെ പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലായിട്ട് കുറച്ച് നൊങ്ക് അങ്ങനെ വിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൊങ്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നിർത്തി വാങ്ങണം എന്നുള്ളത്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് ഇറങ്ങി വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ അത് കഴിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് രാവിലെ ഒന്നും ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഉമ്മാനെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ഉമ്മാനെ കാണിച്ചിട്ട് വേണം ഞങ്ങൾക്ക് നേരെ കോഴിക്കോട്ടേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പോൾ വണ്ടൂരാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഉമ്മാനെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉമ്മാനെയൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ ഒന്ന് കയറി ലഞ്ചൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ.
ലഞ്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറപ്പെട്ടു. ഇപ്പോൾ ഇത് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ ഇളച്ചന് ചിക്കു എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അവന് എൻ്റെ വീഡിയോസിലൊന്നും ഇതുവരെ അങ്ങനെ പെട്ടിട്ടൊന്നുമില്ല. പെട്ടപ്പോൾ കുറച്ചൊന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വീഡിയോയിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ. റിയാദിൽ നിൽക്കുമ്പോൾ മാളിൽ പോകുമ്പോഴേ അമ്നു എൻ്റെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടങ്ങി നിൽക്കാറേ ഇല്ല. അവിടെ കാണുന്ന എല്ലാം അവന് വേണമെന്ന് പറഞ്ഞ് അവൻ എപ്പോഴും വാശിയായിരിക്കും. അല്ലെങ്കിൽ അവനെ എടുത്ത് നടക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അതിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണല്ലോ മാളിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും സെയിം അതേപോലെ തന്നെയായിരുന്നു. കാണുന്നതൊക്കെ അവന് വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അതുപോലെ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൽ കയറണം പറഞ്ഞ് അവന് ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അവന് ആ ട്രെയിനിൽ കയറ്റി ഒന്നിങ്ങനെ കറക്കി കൊണ്ടുവന്നു. എന്നിട്ടും അവൻ്റെ കരച്ചിലൊന്നും നിന്നില്ല. വീണ്ടും അവന് അതിൽ കയറണം എന്ന് പറഞ്ഞ് ഫുള്ള് കരച്ചിലായി. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ തന്നെ നടന്ന് ഞാൻ ഇവിടെ മാളിൽ കയറിയിട്ട് അങ്ങനെ ഷോപ്പിങ്ങിന് ഒന്നും നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അവൻ്റെ കൂടെ തന്നെ നടക്കുകയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി അമ്നുവിനും ആനിക്കും ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോഴൊക്കെ അമ്നു നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും നോക്കാനൊന്നും നിന്നില്ല. അവനെയും കൊണ്ട് പുറത്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവനെയും കൊണ്ട് പുറത്ത് കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്ന് പിന്നെ ചിക്കു അവനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ പുറത്തങ്ങനെ ആക്കി ഞാൻ വീണ്ടും ഉള്ളിലോട്ട് വന്നു. പിന്നെ ഞങ്ങളെ മേറുമാനെയും കൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അവളെ അങ്ങനെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു. ഇവളും അമ്നുവിൻ്റെ പോലെ തന്നെ കുറച്ച് അലമ്പൊക്കെയാണ്. എങ്കിലും അവളെങ്ങനെ എടുത്ത് നടന്നാൽ ഓരോന്നങ്ങനെ കാണിച്ചു കൊടുത്ത് എടുത്ത് നടന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇരിക്കാൻ പാടില്ല. അവളെയും കൊണ്ട് ഇരുന്നാൽ അപ്പോൾ ഇറങ്ങി നിലത്തോട്ട് ഇറങ്ങി ഓടാൻ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് നടന്നാൽ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ ആ ഷോപ്പിൻ്റെ പുറത്ത് വന്ന് ഒന്നും കൂടി അമ്നു കരയുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് വന്ന് നോക്കിട്ടോ. അപ്പോൾ അവന് കരയുന്നൊന്നുമില്ല. എങ്കിലും ആ ഒരു ട്രെയിൻ നോക്കി നിൽക്കുക തന്നെയാണ് കേട്ടോ. ഈ ട്രെയിനിലാണ് അവന് കയറണം എന്ന് പറഞ്ഞ് കരഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യം അവനെ കയറ്റി വീണ്ടും അവന് കയറണം എന്ന് പറഞ്ഞ് കരച്ചിൽ തന്നെയായിരുന്നു. ഇപ്പോൾ കരച്ചിലൊക്കെ ഒരുവിധം നിന്നിട്ടുണ്ട്. അത് നോക്കി അങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഞാൻ വേഗം വീണ്ടും ഉള്ളിലോട്ട് തന്നെ കയറി. ചിലപ്പോൾ എന്നെ കണ്ട വീണ്ടും കരച്ചിൽ തുടങ്ങുമോ എന്ന് വിചാരിച്ചിട്ട് മേറുമാനെയും കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് തന്നെ വന്നു കേട്ടോ.
അങ്ങനെ അവിടുന്ന് കുഞ്ഞുട്ടിയും ചിക്കുമൊക്കെ എന്തൊക്കെയോ ടീഷർട്ടും അങ്ങനെയൊക്കെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മു എന്നെ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും അവിടുന്ന് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിനായിട്ട് വല്ല സ്പേസും ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ബീച്ചിലെത്തിയപ്പോൾ മക്കളൊക്കെ തുടങ്ങി ബീച്ചിൽ പോവുക എന്ന് പറച്ചിൽ. കാരണം മക്കൾക്ക് വേറെ എവിടെ പോവുകയാണെങ്കിലും ഇനിയിപ്പോൾ പാർക്കിലാണെങ്കിലും മറ്റെവിടെ പോകുന്നതിലേറെയൊക്കെ ഏറ്റവും ഇഷ്ടം ബീച്ചിൽ വരുന്നതാണ് കേട്ടോ. എനിക്കും അതുപോലെ തന്നെയാണ്, ബീച്ചിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്നുവിന് പിന്നെ ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും അവന് കുഞ്ഞായതുകൊണ്ട് തന്നെ വലിയ ഇനി വീണ്ടും വരണം എന്ന് പറയാറൊന്നുമില്ല. പക്ഷേ ഇന്ന് വന്നപ്പോൾ അവന് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അവന് നല്ല കളിച്ചിട്ടുണ്ട്, അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പോവാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് തീരെ വരാൻ കൂട്ടാക്കിയിരുന്നില്ലായിരുന്നു. അമ്നുവിൻ്റെതൊന്നും ഒന്നുമല്ല കേട്ടോ. അവൻ്റെയിലാറൊക്കെ ഞങ്ങൾ കളി കണ്ടിട്ട് ചിരിച്ചു കുഴങ്ങിയത് ഞങ്ങളെ മെഹറുമ്മാൻ്റെ കളി കണ്ടിട്ടാണ് കേട്ടോ. അവൾ മണ്ണിൽ കളിച്ച് മൂക്കിലും വായിലും ആകെ മണ്ണിലങ്ങോട്ട് കളിച്ച് മതിച്ചത് അവൾ തന്നെയാണ്. അതുമാത്രമല്ല ഞാനിതിൻ്റെ മുന്നേ മെഹറുമ്മാൻ്റെ ഒരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവളുടെ ഫോട്ടോ കറക്റ്റ് നല്ല ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനു ഇന്ന് ഈ ഒരു ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവളെ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാ സെറ്റപ്പും കൂടിയിട്ടാണ് കവറിൽ എല്ലാം അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും എല്ലാം എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെഹറുമ്മാനെ ഇവിടെ എത്തിയപ്പോൾ ആളാകെ മുഖത്തും കയ്യിലും കാലിലും മുഖം കണ്ടില്ലേ നിങ്ങൾ, ആകെ വലിച്ചും മേത്ത് കൂടെ എല്ലായിടത്തും ആകെ അലമ്പാക്കി കളിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിനായിട്ട് വന്നത് സത്യത്തിൽ വെറുതെ ആയിപ്പോയി. സാധനങ്ങൾ കൊണ്ടുവന്നതൊന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല കേട്ടോ, ഒക്കെ അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം അവളെ ഒന്നിനും ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടില്ല. ആ മണലിൽ ഫുള്ള് കളിയായിരുന്നു. മക്കളെ കുറച്ച് നേരം വെള്ളത്തിൽ അങ്ങനെ കളിപ്പിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു. അപ്പോൾ ചിക്കു കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ഇരുന്ന് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ. ചിക്കു കാര്യമായിട്ട് ഇവിടെ വരുന്നത് കഴിക്കാനായിട്ടാണ്, ഓരോന്ന് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അവന് വരുന്നത്. അവന് ഇതിൻ്റെയൊക്കെ ആളാണ്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിക്കാൻ അവനെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും. അത്രയ്ക്ക് ഇഷ്ടമാണ്, എത്ര വേണമെങ്കിലും കഴിച്ചോളും. ഇനിയിപ്പോൾ പുളിയാണെങ്കിലും എന്താണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. അങ്ങനെ മക്കളൊക്കെ കുറേ നേരം കളിച്ച് ഇരുട്ടാവാനായപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് ആനിയും അമ്മനും വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ല. മെഹറുമ്മാൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവളെ പിടിച്ച് വലിച്ചെടുത്തേക്കാണ് മണലിൽ നിന്ന്. അങ്ങനെ ഞാൻ അമ്നുവിനെ ആനിനെ കുറച്ച് നേരം കൂടി ഒന്ന് വെള്ളത്തിൽ അങ്ങനെ പിടിച്ച് കളിപ്പിച്ച് മെഹറുമ്മ അങ്ങനെ കരഞ്ഞപ്പോൾ അവളെയും കൊണ്ടുവന്നൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടോ. അങ്ങനെ അവരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് വലിച്ച് കൊണ്ടുവന്നേക്കാണ് അവിടുന്ന്. കാരണം അമ്നു ഒന്നും തീരെ പോരുന്നില്ല കേട്ടോ. അമ്നു ആനി ഫുള്ള് തല മുഴുവൻ നനച്ചിട്ടുണ്ട് കേട്ടോ, മേലാകെ മണലുമായിരുന്നു. അപ്പം ഞാൻ കാറിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് നിന്ന് തലയൊക്കെ ഒന്ന് തോത്തിക്കൊടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് കാറിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിലാകെ മണലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് ഫുള്ള് എല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് അവരെ ഉള്ളിലോട്ട് കയറ്റിയത്.
അങ്ങനെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോന്നു. പോരുന്ന വഴിക്ക് എനിക്കും സിനുവിനും ഡ്രസ്സ് മാളിൽ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്ന് പോരുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഷോപ്പ് കയറിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് ഇങ്ങനെ വണ്ടി വിടുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കല്യാൺ സിൽക്സ് കണ്ടപ്പോൾ അവിടെ എന്തൊക്കെയോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി നോക്കിട്ടോ. ഷോപ്പിലെത്തിയപ്പോഴേക്കും അമ്മ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് അമ്മൂനും ആനിക്കും ഡ്രസ്സൊക്കെ നോക്കി പിന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ളതൊന്നും കാണാത്തതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഡ്രസ്സൊന്നും നോക്കിയില്ല. അവനെ എടുത്തിട്ട് ഓരോ ഡ്രസ്സ് നോക്കേണ്ടതുകൊണ്ട് തന്നെ എടുത്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞുട്ടിക്കും ചിക്കുനും ഡ്രസ്സൊക്കെ അവിടുന്ന് കുറച്ച് ടീഷർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടേക്ക് കയറിയിട്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിലമ്പൂരുള്ള ഫർദയിൽ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരമായിട്ടുണ്ട്. ഉപ്പയും അമ്മയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.